മന്ത്രിയുടെ പണം എന്തായാലും വലിച്ചേരി കളഞ്ഞോളാൻ പറഞ്ഞു. KSRTC മന്ത്രിയായ എന്റെ പണം വലിച്ചേരി കളഞ്ഞോളാൻ, ഞാൻ മന്ത്രിയാ എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചേരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ എന്നെ നിർത്തിക്കൊണ്ട് വഴിയെ പോകുന്നവരെല്ലാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ്. ഇത് വൃത്തിയാക്കി എടുക്കണ്ടേ? കാരണം ഈ തൂണ് തന്നെ എടുക്കാം. അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് അതിന്റെ ഒരു ഗതിയെ നോക്കി. ഇന്നിപ്പോ ഞാൻ വരുന്നതുകൊണ്ട് അത് വൃത്തിയിളക്കിയെന്ന് തോന്നുന്നു. അത് ഒന്ന് ആലോചിക്കൂ. അതിന്റെ മേളിൽ ചിലന്തി വല. ഇവിടെ സീലാർക്ക് എന്താണ് പണി? അതിന് മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല് കിട്ടി ആ ചിലന്തി വല അടിച്ചു കളഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ ഇനി അടിക്കാൻ? ഞാൻ മഴ ഒന്ന് അടിച്ചു കളിച്ചാൽ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ടും പെരുമാറണം. ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല. ജനങ്ങളോട് മോശമായി പെരുമാറാൻ പറ്റത്തില്ല. KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ വരുന്നവരോടും ജീവനക്കാരോടും മോശമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത് എല്ലാ ബസ് സ്റ്റേഷനിലും ജയിൽ ചെയ്ത് ചുവരുകളിൽ പോസ്റ്റ് ഒട്ടിക്കരുത്. ഞാൻ നേരത്തെയും പറഞ്ഞു, മന്ത്രിയുടെ പണം എന്തായാലും വലിച്ചേരി കളഞ്ഞോളാൻ പറഞ്ഞു. KSRTC മന്ത്രിയായ എന്റെ പണം വലിച്ചേരി കളഞ്ഞോളാൻ, ഞാൻ മന്ത്രിയാ എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചേരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ എന്നെ നിർത്തിക്കൊണ്ട് വഴിയെ പോകുന്നവരെല്ലാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ്. ഇത് വൃത്തിയാക്കി എടുക്കണ്ടേ? കാരണം ഈ തൂണ് തന്നെ എടുക്കാം. അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് അതിന്റെ ഒരു ഗതിയെ നോക്കി. ഇന്നിപ്പോ ഞാൻ വരുന്നതുകൊണ്ട് അത് വൃത്തിയിളക്കിയെന്ന് തോന്നുന്നു. അത് ഒന്ന് ആലോചിക്കൂ. അതിന്റെ മേളിൽ ചിലന്തി വല. ഇവിടെ സീലാർക്ക് എന്താണ് പണി? അതിന്റെ മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ശൂല് കിട്ടി ആ ചിലന്തി വല അടിച്ചു കളഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ ഇനി അടിക്കാൻ? ഞാൻ മഴ ഒന്ന് അടിച്ചു കളിച്ചാലാം. കാരണം ഇന്നാ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക. അല്ലാത്ത സീലാറെല്ലാം നാളെ രാവിലെ പറഞ്ഞു വിട്ടേക്കും. വേറെ കാര്യമൊന്നുമില്ല. അതിനെ ശിവാർജയം കൊണ്ടാരും വരെയും വേണ്ട, നടക്കത്തുമില്ല. വേറെ ആളെ വയ്ക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുത്താൽ പോലെ. അത് ആ ജോലി ചെയ്യാൻ അന്തസ്സായി ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. യാതൊരു രാഷ്ട്രീയവും പാടില്ല. ആരാണോ ജോലി ചെയ്യാൻ തയ്യാറുള്ള അവർക്ക് ജോലി കൊടുക്കുക. അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക. ഇതൊക്കെ നല്ല വൃത്തിയായി ടൈൽസ് ഒട്ടിച്ച് നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചേക്കുന്നത്. ആ തൂണെല്ലാം ഏറ്റിയോ കണ്ടല്ലോ, ഏറ്റിയോ ഹലോ ഇങ്ങോട്ട് നോക്കി. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മറ്റന്നാ കാണാൻ വരും തിങ്കളാഴ്ച. എല്ലാം നല്ല ഒരു അഴുക്കുന്ന സ്റ്റിക്കറും എല്ലാം വെള്ളം നനച്ച് വെച്ചിട്ട് ഈ പോസ്റ്റ് എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു. സെക്യൂരിറ്റിയൊക്കെ നിയമിച്ചു തരും, കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റിയൊക്കെ അതൊക്കെ MD പറഞ്ഞാൽ ഇപ്പൊ നിന്ന് ചെയ്തു തരും. പിന്നെന്താ? അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും. നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല. ഈ CLR-കാരാണ് ഈ തൂണൊക്കെ കൊടുത്തത്, സെക്യൂരിറ്റി അല്ല. ഈ തൂണിൽ പോസ്റ്റ് ഒട്ടിച്ചാൽ ഇളക്കി കളയേണ്ടത് CLR-കാരുടെ ചുമതല അല്ലേ? ആണല്ലോ, സെക്യൂരിറ്റിയുടെ ചുമതലയല്ല. ഒട്ടിക്കരുതെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത്. അത് KSRTC വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹാരിത ഉണ്ടാകും. ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ തൂണുകളിലൊക്കെ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ ഈ തൂണിലൊക്കെ വെച്ചൊരു ബ്യൂട്ടിഫിക്കേഷനിലേക്ക് നീങ്ങണം എന്ന് പറയണം. ഇപ്പൊ ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാൻ ഇവിടെ CLR-കാരടുത്ത് ഏർപ്പാട് ചെയ്യണം. എല്ലാ ദിവസവും അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്, വരാൻ പറ്റത്തില്ല. അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്റർ ചെയ്തോളും. വെള്ളമൊക്കെ ഒഴിപ്പിക്കണം. അത് ഏറ്റിയുടെ ചുമതലയാ. ഞാൻ കേട്ടില്ല, അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. കേട്ടല്ലേ പറഞ്ഞാ അങ്ങോട്ട് നോക്കിയിരിക്കും. ഞാൻ സാർ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടോണ്ട് ഇപ്പോൾ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ.